ജുവായത് ഒരു കഷ്ണം ബ്രെഡ് കഴിക്കും. ജുവാൻ കഴിക്കും. കഴിക്കടാ ഒരു കഷ്ണം ബ്രെഡ്. എന്താ ഈ മക്കളൊന്നും ബ്രെഡ് വേണ്ടെന്ന് പറയുന്നത്? നിങ്ങൾ കഴിക്കും ബ്രെഡ്. എനിക്ക് വേണ്ട. അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. തൽക്കാലം മടിയൊക്കെ മാറ്റി വെച്ചിട്ടേ ബ്രെഡ് വിളി കട്ട്ലറ്റ് ഉണ്ടാക്കാം. ആദ്യം നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ടുണ്ട്. സാൻഡ്വിച്ച് ബ്രെഡ് ആണ് എടുത്തത്, ആട്ട ബ്രെഡാണ്, അതുകൊണ്ട് സൈഡ് ഒന്നും സ്ലൈസ് ചെയ്യാനില്ല, എല്ലാം യൂസ് ചെയ്തു. പിന്നെ ഇത് നമ്മുടെ എന്താ റസ്ക് പൊടിച്ചു വെച്ചു. അതിനുശേഷം പൊട്ടറ്റോ നല്ലപോലെ പുഴുങ്ങിയെടുത്ത് സ്മാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഓക്കെ. പിന്നെ ക്യാരറ്റ് വളരെ കുഞ്ഞായിട്ട് ഒന്നുകിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യാനാണ് പോകുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ജിഞ്ചർ, പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ കട റെഡി, ഓൾമോസ്റ്റ് റെഡിയായി. ദിവസം പൊട്ടി പോണ്ട ടൈൽസ്. അവിടെ നല്ല മല്ലിയിലയാണ് കേട്ടോ ഇവിടെ കിട്ടിയിരിക്കുന്നത്. മല്ലിയില ഇവിടെ ഇല്ലേ, നമ്മൾ ചീര വാങ്ങുന്ന പോലെ മല്ലിയില വാങ്ങും അല്ലെ? എല്ലായിടത്തും അങ്ങനെയല്ലേ, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഈ ചീര വാങ്ങണ പോലെ മല്ലിയില വാങ്ങും. എന്നിട്ട് അത് ഇട്ടൊരു എല്ലാ സാധനത്തിലും ഇത് മണം നിറയും. ഫ്രഷ് മല്ലിയില അരിഞ്ഞു വെച്ചത് നമുക്ക് ചേർക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ശരിക്കും പറഞ്ഞാലേ ഡെലിവറിക്ക് ശേഷം, ഡെലിവറിക്ക് ശേഷം, പ്രഗ്നന്റ് ആയതിനു ശേഷവും ഈ ഡെലിവറിക്ക് ശേഷവും ആദ്യമായിട്ടാണ് ഞാൻ കിച്ചണിൽ കയറുന്നത്, ഒരു സാധനം ഉണ്ടാക്കുക. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ദൈവമേ മിന്നിച്ചേക്കണേ. ഓക്കെ. അപ്പൊ നമ്മള് സോൾട്ട് ഇട്ടു, പിന്നെ പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾ, പിന്നെ ഉള്ളി, അതിനുശേഷം നമ്മുടെ മല്ലിയില, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല. ഓക്കെ. കുറച്ചുകൂടി ജിഞ്ചർ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. പിന്നെ നമ്മുടെ ക്യാരറ്റ്, ഓക്കെ, നമ്മുടെ പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നല്ല പോലെ അങ്ങനെ മിക്സ് ചെയ്യണം. അതിന്റെ ഒപ്പം തന്നെ ഇത് ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. ഓക്കെ. കുറച്ചായിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. ഡെലിവറിക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കിച്ചണിൽ കയറുന്നത്. കിച്ചണിൽ കയറാറുണ്ട് ഫുഡ് എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരെ ബ്രെഡ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തത്. അപ്പൊ ഇത് നല്ല അടിപൊളി കട്ട്ലറ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, സമാധാനായി. ഇത് എളുപ്പ പണിയാണ്, പക്ഷെ ചെയ്യാണ്ടാന്ന് വിചാരിച്ച ഒന്നും ചെയ്യാൻ വയ്യ. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാല് രസാ. ഓക്കെ. അപ്പൊ ഇത് റെഡിയായി. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുളക് പൊടി ചേർക്കാല്ലേ, ഒരു കളറിന്. വേണ്ടല്ലേ, എന്തിനല്ലേ, കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ. കുറച്ച് പെപ്പർ പൗഡർ ചേർക്കാം. ഓക്കെ. നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടേ. പെപ്പർ പൗഡർ ഇട്ടു. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് റെഡി. നമുക്ക് നല്ല ഒരു അടിപൊളി റോളാക്കി എടുക്കാം. ഓക്കെ. ബ്രെഡ് റോളിനുള്ള റോളാക്കി എടുക്കാം. ബ്രെഡ് റോളിന് അപ്പൊ നമുക്ക് ഇത് നല്ല പോലെ ഒരു റോളാക്കി എടുക്കാം കേട്ടോ. മതി. നല്ല രസമുണ്ടല്ലേ. ഓക്കെ. നമ്മൾ നല്ല അസലായിട്ട് ഇതിന്റെ റോൾസ് ഇങ്ങനെ നമ്മുടെ ബ്രെഡ് റോൾസിനില്ലേ അതുപോലെ ആക്കി എടുക്കുകയാണ് നമ്മളത്. ഓക്കെ. ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്ക് സൂപ്പർ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. റെഡി.
കൊറേ ഉണ്ട് ഇതില്. നമ്മൾ എത്ര പൊട്ടറ്റോ, ഒരു 4-5 ബ്രെഡ് എടുത്തു. അതിന്റെ കുറച്ച് ഒരെണ്ണത്തിന് ഞാൻ മാറ്റി വെച്ചു, അത് മതി. പിന്നെ 5 ബ്രെഡ്, 6 ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 5 ബ്രെഡിന്റെ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ എത്ര പൊട്ടറ്റോ എടുത്തു നമ്മള്? 4 പൊട്ടറ്റോ. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ, അമ്മയും അനിയനും സന്ധ്യയും ജുവാനും ഹേവക്കുട്ടനും ദിനൂസും എല്ലാരും ഉണ്ട്, നമ്മുടെ ബേബി ഒഴികെ. ഓക്കെ, ബേബി ഉണ്ട്, പക്ഷെ ബേബി ഇപ്പൊ ഫുഡൊക്കെ കാണുമ്പോ ഇങ്ങനെ നോക്കുന്നൊക്കെയുണ്ടേ, പക്ഷെ നമുക്ക് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ വിചാരിക്കാണ് കുറച്ച് എടുത്ത് വെക്കണം, നാളത്തേക്കെന്ന് പറഞ്ഞാലും ഫ്രിഡ്ജിൽ നന്നായിട്ട് സൂക്ഷിക്കാം കേട്ടോ. നമ്മുടെ കവറിലിട്ടിട്ട് നല്ല വൃത്തിക്ക് എടുത്ത് വെക്കാം. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും അത് എടുക്കാം, കുറച്ച് ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ എഗ്ഗിന്റെ വൈറ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ എഗ് വൈറ്റിലാണ് നമ്മൾ മുക്കുന്നത്, കോൺഫ്ലോറിലല്ല. അപ്പൊ എഗ് വൈറ്റിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് റസ്കിന്റെ ക്രംസിൽ നമ്മളൊന്ന് ഉരുട്ടിയെടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് കൂടി എടുക്കാം. മതി, ഒന്നുകൂടി മുക്കാനാ? ഓക്കെ, ഒന്നുകൂടി മുക്കി ഒന്നുകൂടി അങ്ങോട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. കിടന്നുരുള നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. യെസ്, റെഡി. ഓക്കെ, അത് പൊട്ടിയിട്ടൊന്നുമില്ല. നമുക്ക് കോൺഫിഡൻറ്റ്, നമ്മുടെ എണ്ണ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ആ സമയം നമ്മുടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ആ സമയം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ വൈറ്റിൽ മുക്കി റസ്കിന്റെ ക്രംസിലാണ് നമ്മൾ മുക്കിയെടുക്കുന്നത്. ഓക്കെ, ഹേവൂസൊക്കെ അവിടെ ബ്രെഡ് വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഹേവനെ കൊണ്ട് കഴിപ്പിക്കാം. ബ്രെഡ് വെച്ചിട്ട് എന്തൊക്കെ റെസിപ്പിയാണല്ലോ അല്ലെ. ശരിക്കും നമ്മൾ ഉണ്ടാക്കി നിൽക്കുകയാണെങ്കിൽ. ഓക്കെ, എണ്ണ ചൂടായിട്ടില്ല കേട്ടോ, എണ്ണ ചൂടായിട്ടില്ല. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. കട്ട്ലറ്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ബ്രെഡ് മൊരിയും. വ്ളോഗ് ഇതെന്താന്നറിയോ, നന്നായിട്ട് എന്തുവാ കൂട്ടാ? കണ്ടോ, ഇഷ്ടമൊക്കെ വന്നു. എവിടുന്ന് കഴിച്ചിട്ടുണ്ട്? വെരി ഗുഡ്. അപ്പൊ കുട്ടിയൊക്കെ എത്തി തുടങ്ങി ഇവിടെ. ഇതില്ലേ റെഡ് കളർ കണ്ടോ? അറിയും കുഞ്ഞേ, വേറെ വഴിയില്ലല്ലോ നിങ്ങളെ. ഓക്കെ, അപ്പൊ മണം കേട്ട് നമ്മുടെ മക്കളൊക്കെ എത്തി തുടങ്ങി. ജീവാൻ എത്തി നോക്കിട്ട് പോയി. നമ്മുടെ ഹേമക്കുട്ടിനെ ബ്രെഡ് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, അവിടെ പോയിക്കോ, കൊണ്ടുവരാം. ഇവിടെ നിക്ക, തൽക്കാലം ഇവിടെ നിക്കാന്ന്. എങ്ങാനും കിട്ടില്ലല്ലോന്ന് വിചാരിച്ചല്ലേ. നല്ല ഫ്ലെയിം കുറച്ചു വെച്ചു. ഇത് പൊടിഞ്ഞിട്ടോ അവിടെ ഇവിടെ ആയിട്ടോ അതിന്റെ സ്പ്രെഡ് ആയിട്ടോ ഒന്നുമില്ല. നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ബാക്കി ഉണ്ടാക്കി തരാം കേട്ടോ. എല്ലാം കഴിക്കട്ടെ. എന്റെ പൊന്നുമോനെ അവിടെ ചെന്നിരുന്ന മമ്മി കൊണ്ടുവരാം. ഇതെന്റെ ഒരു ശബ്ദമായിരുന്നു ഈ കുട്ടീനെ കൊണ്ട് ബ്രെഡ് കഴിക്കുന്നത്. പക്ഷെ എന്നെ ഒന്നും അധികം കുടിക്കൊന്നുമില്ല. ഇതൊക്കെയാണ്. നമ്മളൊന്ന് റോൾ ചെയ്ത് എടുത്തു. ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. കളർ നല്ല ബ്രൗണിഷ് കളറായി. ഫസ്റ്റ് ഇട്ടില്ലേ, ഫസ്റ്റ് ഇട്ടപ്പോൾ കഴിക്കാൻ തോന്നടാ. ഓക്കെ, അപ്പൊ നമ്മള് സെർവ് ചെയ്യാനുള്ള ഭാഗമായിട്ടുണ്ട്. നമുക്കിനി വീട്ടുകാരുടെ റിയാക്ഷൻ ഇങ്ങനെ അറിയാം. റെഡി? പതുക്കെ ഫ്ലെയിം ഞാൻ കൂട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു കോമഡി വീഡിയോ ഒന്ന് അറ്റംപ്റ്റ് ചെയ്തു. എല്ലാവരും പറഞ്ഞ വളരെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അളിയൻ വന്നത് നന്നായി. അപ്പൊ കുറച്ച് രസകരമായ കുറച്ച് സംഭവ വികാസങ്ങൾ കോർത്തിണക്കി ചെയ്തതാണ്. അപ്പൊ കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഹാപ്പി ആൻഡ് കൂൾ വൺ കുറെ പേര് പറഞ്ഞിട്ട് ഇതാണ് അതിലെ ക്യാരക്ടർ.
ഓക്കെ. അപ്പൊ കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ അളിയനാണ് വന്നിട്ട് ഇവിടെ ഒരു മാമാങ്കം സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. പക്ഷെ എന്തായെന്ന് പറഞ്ഞാല് പവനായി ശവമായി നമ്മൾ വന്ന കമന്റ്സ് ആണ്. കയ്യിൽ തരാൻ പാടില്ല. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വഴുതി മാറി. അപ്പൊ കിട്ടാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ ചെന്ന് കാണണം. കഴിഞ്ഞു നമ്മൾ ആയി. ഹേവക്കൂട്ടൻ ഇവിടെ അക്ഷമയോടെ അല്ലെ ക്ഷമ നശിച്ച് കാത്തിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ആദ്യം കുറച്ച് റോൾസ് ആക്കിയിട്ട് അത് നമ്മൾ ഉണ്ടാക്കി ഇനിയിപ്പോ എല്ലാവരും കഴിച്ചിട്ട് അല്ലെ കുഞ്ഞു എല്ലാവരുടെയും ട്രിപ്പ് നമ്മുടെ ഉണ്ടോ പൊടിഞ്ഞിട്ടൊന്നുമില്ല, എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല. കടലടിന്റെ ടേസ്റ്റ് നമ്മൾ ഇവിടെ നോക്കാൻ പോവാണ്. കട്ട്ലറ്റ് എന്ന് പറഞ്ഞ ചക്രമുട്ടി എന്റെ പൊന്നോ പറഞ്ഞെന്താന്നറിയോ? എന്നിട്ട് പറ, എന്താ പറഞ്ഞത്? മമ്മിന്റെ കട്ട്ലറ്റിന്റെ ടേസ്റ്റും ഹോട്ടലിലെ കട്ട്ലറ്റിന്റെ ടേസ്റ്റും കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് സൽപുത്രൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് എണ്ണ കുടിക്കും. ഇത് എവിടുന്ന് ഒരാൾ ഇങ്ങനെ ഞാൻ കാര്യം ചെയ്യാം, എന്തായാലും ഉണ്ടാക്കിയതല്ലേ. ഇതൊക്കെ വെച്ച് നമ്മൾ ഗാർണിഷ് ചെയ്തിട്ട് എന്റെ ചക്കരക്കൂട്ടിന് ഇപ്പൊ തരാട്ടോ മമ്മി. ഏതെന്റെ പൊന്നൂന്, എന്റെ പൊന്നൂന് ഫസ്റ്റ് ഒന്ന് ഫസ്റ്റ് മമ്മി എടുത്തുകൊണ്ടേ. ഓക്കെ, അതും കൂടി ഇടാം. ബാക്കി ഇവിടെ വെക്കട്ടെ ഒരു ഭംഗിക്ക്. അപ്പൊ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ പറയും എങ്ങനെയുണ്ടെന്ന്. എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും അടഞ്ഞു ഒന്നും പോയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മുടെ ഹേവക്കൂട്ടിന് കൊടുക്കാം അല്ലേ. വേഗം റെഡിയാകുന്ന ഒരു സാധനമാണ് കട്ട്ലറ്റ്. തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്ത് ഞാൻ എന്താന്ന് പറയാ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാണ്ട്. അത് നമുക്ക് നാളെ സ്കൂളിലേക്ക് തന്നു വിടാം കേട്ടോ. ഓക്കെ, എന്നാൽ ഇനി എല്ലാവരോടും നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ നമുക്ക് സെർവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചു നോക്കാം. പിന്നെ എന്നാ ഏതാണ് ഇഷ്ടായ? കഴിച്ചോ എടുത്തോപ്പാ. എന്നാ ഹേവക്കൂട്ടാ, ഹേവക്കൂട്ടൻ എന്താ വേണ്ടേ? മക്കൾക്ക് എന്താന്നറിയോ? ചൂടെടുക്കണില്ല, എടുത്തോ. ഇല്ല, മമ്മി കഴിപ്പിച്ചേരാം. എന്റെ ഹേവക്കൂട്ടിന് അത് എങ്ങനെയുണ്ട്? കഴിച്ചോ? എങ്ങനെയുണ്ട്? നജുവാൻ ആന്റി നജുവാന്റെ കയ്യിൽ പിടിക്കുന്ന നല്ല അടിപൊളി നല്ല ചൂടടാ. നജുവാൻ ഇത് കഴിക്കും. ഇത് കഴിച്ചു നോക്കൂ ജുവാൻ. എങ്ങനെയുണ്ട്? അഭിപ്രായം പറയണ്ട, അവരിപ്പോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണം. ഇനി വേണോ? അപ്പൊ മനസ്സിലായില്ല, ഇതാണ് അഭിപ്രായം. ഇനി വേണോ? വേണ്ടോ? അപ്പൊ ഇഷ്ടപ്പെട്ടു. ഈ മക്കള് ഇതാണ് ബാക്കിയുള്ളത്. അപ്പൊ അവിടെ ഷെയറിംഗ് ആണ്. ഇനി ഞാനിത് കഴിച്ചോട്ടെ. ആ കാണിക്ക്. നമ്മുടെ മക്കൾസിന് ഇഷ്ടപ്പെട്ടു. ഇതാർക്കാണ് വേണ്ടത്? ഇനി ലാസ്റ്റ് ജുയാക്ക്. രണ്ട് കൈ കൊണ്ടോടെ പോകുന്നുണ്ട്. രണ്ടാൾക്ക് വേണ്ടി തരാം. സൂപ്പർ ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് ആയിട്ട്. ഉപ്പ്, മുളക്, എരിവ്, പിന്നെ ബാക്കി ചേർക്കണം ഇൻഗ്രീഡിയൻസ് സൂപ്പർ ആയിട്ട്. വേറൊന്നും പറയാനില്ല. നമ്മുടെ മാസ്റ്റർ ഷെഫിന്റെ അഭിപ്രായം. ഒന്നിങ്ങോട്ട് ക്യാമറ കാണിക്കോ? ഇവിടെ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. എന്താടാ ചെയ്യുന്നേ? കട്ട്ലറ്റിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ ഒരാൾ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കുന്നത്. ബാക്കി ഞാൻ എടുത്തു വെച്ചില്ലേ. അപ്പൊ ഇനി എടുത്തു വെക്കാനില്ല ഗൈസ്, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അടിപൊളി. അപ്പൊ നമ്മുടെ കട്ട്ലറ്റ് സക്സസ്ഫുൾ ആയ സ്ഥിതിക്ക് ഇനി പല ഷേപ്പിലും സൈസിലും ഒക്കെ ഉള്ള കട്ട്ലറ്റ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. ഹാർട്ട് ഷേപ്പ് കട്ട്ലറ്റ് ആർക്കാ വേണ്ടേ? ഹാർട്ട് ഷേപ്പ്, റെക്ടാങ്കിൾ, സർക്കിൾ അങ്ങനത്തെ കട്ട്ലറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കട്ട്ലറ്റ് വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ വീഡിയോയും എല്ലാവരും പോയി കാണണം കേട്ടോ. അതൊരു റിക്വസ്റ്റ് കൂടിയാണ്. കാരണം കുറെ പ്രേക്ഷകർ പറയുന്നുണ്ട് വീഡിയോസ് ചിലതൊന്നും കിട്ടുന്നില്ല,
അടിച്ചു നോക്കിയിട്ടും കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ഹോം പേജിൽ ചെന്നാല് നമ്മുടെ വീഡിയോസ് കാണും. അപ്പൊ അത് യൂട്യൂബിൽ നമുക്ക് പറയുന്നുണ്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ കാണുക, അതില് ഹോം പേജിൽ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും കിട്ടും. ഓക്കെ, പിന്നെ എന്താ പറയാ, ഈ കട്ട്ലറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, എന്നാൽ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ബൈ, എല്ലാവരും ബൈ പറ. Bye. 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 Bye.